കോഴിക്കോട് നഗരത്തിലെ തിരുവോരങ്ങളിൽ യാതൊരു സുരക്ഷാ ക്രമീകരണങ്ങളുമില്ലാതെയാണ് ടാറ്റു അടിച്ചു നൽകുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ടാറ്റു അടിച്ചു നൽകുന്നത്. ടാറ്റു ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്ന സൂചി സ്റ്റെറിലൈസ് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, മറ്റ് സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിക്കുന്നുമില്ല എന്നതാണ് വാസ്തവം. നമ്മുടെ ക്യാമറ കണ്ണിൽ പതിഞ്ഞ ദൃശ്യങ്ങളിലേക്ക്. വെറും 100 രൂപയ്ക്കാണ് ഇവിടെ ടാറ്റു ചെയ്തു കൊടുക്കുന്നത്. നീഡിൽ മാറ്റുന്നില്ല, മറ്റ് സജ്ജീകരണങ്ങളൊന്നും തന്നെയില്ല. ഉത്തർപ്രദേശ് സ്വദേശിനിയായ മർലുവാണ് ടാറ്റു ആർട്ടിസ്റ്റ്. 100 രൂപയാണ് ചെറിയൊരു ടാറ്റു അടിക്കുന്നതിനുള്ള തുക. ഉപയോഗിച്ച സൂചി സ്റ്റെറിലൈസ് ചെയ്യുന്നില്ല, മറ്റ് സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും പാലിക്കുന്നില്ലെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തം. ടാറ്റു അടിക്കാൻ എത്തുന്നവരിൽ മിക്കവരും ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. वाइफ का नाम क्या है? जिया। जिया या जिया है? हाँ। जिया। इट्स कलर है? नहीं, कलर नहीं है। कलर नहीं है? हाँ, इसमें रेड थोड़ा रेड है। रेड थोड़ा है। हाँ। कितना रुपए? ये 400 का है। 400 है? हाँ। 400 रुपए है. ശരിയായ രീതിയിൽ സ്റ്റെറിലൈസ് ചെയ്യാത്ത സൂചി ഉപയോഗിക്കുന്നത് എയ്ഡ്സ് അടക്കമുള്ള ഗുരുതര രോഗങ്ങൾക്കാണ് വഴിവെക്കുന്നത്. കൂടാതെ ഒന്നിലധികം പേർക്ക് ഒരേ സൂചി തന്നെ ഉപയോഗിക്കുമ്പോഴും ഒരേ ഇങ്ക് ഡിപ്പോയിൽ നിന്നുള്ള മഷി എടുക്കുന്നതുമൊക്കെ ഗുരുതര പ്രശ്നമാണ്. ഇത്തരം ടാറ്റു കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തേണ്ട ആരോഗ്യ പ്രവർത്തകർ മൗനം തുടരുകയാണ്. കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങളോടെ ശുചിത്വം പാലിച്ചു ചെയ്യുന്ന ടാറ്റു പാർലറുകൾ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ജനം, കോഴിക്കോട്.